എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. സാൻഡ്വിച്ച് അധികം പേർക്കും ഇഷ്ടമാവാനുള്ള ചാൻസ് ഉണ്ട്. എന്താ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ഒക്കെ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് സാൻഡ്വിച്ച്. അപ്പോൾ അത് നമുക്ക് അധികം കുക്കിംഗ് പ്രോസസ്സൊന്നുമില്ല. ഇവിടെ ഞാൻ കുറച്ച് ബട്ടറിൽ ആദ്യം തന്നെ ബ്രെഡ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് കൂടി നിൽക്കുന്നു മാത്രം. ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്കും എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഞാൻ 2 സ്ലൈസ് ബ്രെഡ്, സാൻഡ്വിച്ച് ബ്രെഡ് പറഞ്ഞിട്ടുള്ള ബ്രെഡാണ്. അതാണ് കുറച്ച് വലിപ്പത്തിലുള്ളതാണത്. ഇത് ബ്രൗൺ ബ്രെഡിലും ചെയ്യാം. അത് ബട്ടറൊക്കെ ഇട്ടിട്ട് 2 പുറം ഒന്ന് ടോസ്റ്റ് ചെയ്തൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് ബ്രൗൺ ആക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതിലേക്ക് ഉള്ളിൽ വെക്കാൻ ഒരു സ്റ്റഫിങ് ഉണ്ടാക്കണം. അത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് യോഗേർഡ് ഒരു 1/2 കപ്പോളം നല്ല കട്ട തൈരാണ്, അധികം പുളിയില്ലാത്ത. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇഷ്ടത്തിന് ഏത് വെജിറ്റബിൾസ് കാണിച്ചാൽ എടുക്കാം. നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള, ഞാൻ ക്യാരറ്റ് ഒരു 1/4 കപ്പോളം നന്നായി ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അതിന് ശേഷം ഒരു 3-4 ടേബിൾ സ്പൂണോളം ക്യാപ്സിക്കം കൊത്തിയരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. പിന്നെ ക്യാബേജ് വേണ്ടവർക്ക് ക്യാബേജ് ഇടാം. ഇവിടെ ഞാൻ കുറച്ച് കുക്കുംബറാണ് ഇടുന്നത് കേട്ടോ. ഒരു 1/4 കപ്പോളം കുക്കുംബറും കൊത്തിയരിഞ്ഞത് ഇടുന്നുണ്ട്. പിന്നെ ഒരു 1/2 ഉള്ളി, സവാള കൊത്തിയരിഞ്ഞത് ഒരു 1/2, മല്ലിയില നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അധികം ഇടാം. പിന്നെ അധികം മസാലകളൊന്നും ചേർക്കണില്ല. പിന്നെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് വേണ്ടവർക്ക് പച്ചമുളക് ഇടാം. ഇവിടെ ഞാൻ എരിവിന് ചില്ലി ഫ്ലേക്സ് ആണ് ഇടണം കേട്ടോ. പച്ചമുളക് ഇടയിൽ ചെറിയ കുട്ടികളൊക്കെ വെച്ചാൽ ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. പച്ചമുളക് എരിവ് കൂടുതൽ വരുമല്ലോ, തൊണ്ട് വായിൽ വരുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഉള്ളിയും മല്ലിയിലും ഇട്ടതിന് ശേഷം ചതച്ച മുളകുണ്ടല്ലോ, അതാണ് കുറച്ച് എരിവിന് ചേർക്കണത്. പിന്നെ ഞാൻ ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യണത് ഷെസ്വാൻ സോസാണ്. അപ്പോൾ അതും നല്ല എരിവുള്ളതാണ്. വേണമെച്ചാൽ നമുക്ക് മല്ലിയിലയും പുതിനയൊക്കെ ഇട്ടിട്ടുള്ള നല്ല ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതും സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. ഇത് ഞാൻ ഓൾറെഡി എൻ്റെ അടുത്ത് ഷെസ്വാൻ സോസ് അങ്ങനെ ഉള്ളതുണ്ടാവില്ല, പിസ്സ സോസ്, അതൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർക്കാം. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂണോളം ഒറിഗാനോ ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പ്, ഇതിലേക്ക് വേണ്ട ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഒറിഗാനോ ആണ് ഞാൻ കുറച്ച്, അതിൻ്റെ ഫ്ലേവറാണ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ, അതാണ് ഒരു 1/2 ടീസ്പൂൺ ഇട്ടുന്നത് കേട്ടോ. അതിന് ശേഷം ഇത് ഉപ്പ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് നമ്മൾ എടുത്ത് വയ്ക്കുക. ഇത് അതിൽ നമുക്ക് ബ്രെഡിൽ ഉള്ളിൽ സ്റ്റഫ് ചെയ്തിട്ട് എടുക്കാനുള്ളതാണ്. ഇതിന് കുക്കിംഗ് പ്രോസസ്സൊക്കെ വളരെ കമ്മിയാണ്, നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എരിവുള്ള ചട്നി ഉള്ളിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക. ഇവിടെ ഞാൻ ഷെസ്വാൻ്റെ ഇതാണ്, നല്ല എരിവുണ്ട്, അതാണ് ഞാൻ ചില്ലി ഫ്ലേക്സ് കുറച്ച് കമ്മിയാക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഈ സോസ് ചേർക്കണില്ല എന്നുണ്ടെങ്കിൽ പച്ചമുളക്, ഇടിച്ച മുളകൊക്കെ കുറച്ചധികം ചേർക്കാം. അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്ത് വെക്കുക. നന്നായി സ്പ്രെഡ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ റെസിപ്പിയാണ്. ഞാൻ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഉണ്ടാക്കിയപ്പോൾ നിങ്ങളായിട്ട് ഒന്ന്, സിമ്പിൾ ഡിഷല്ലേ, അധികം ജോലിക്ക് പോകേണ്ട ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കൊടുത്ത് പോകാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഇത് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു സ്പെഷ്യൽ ഈസി ടേസ്റ്റി ഡിഷായിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക കേട്ടോ. ഈ മെത്തേഡിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി നോക്കൂ. പുളിയില്ലാത്ത കട്ടത്തൈര് തന്നെ വേണം. യോഗേർഡ് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും കണ്ടെയ്നറിലൊക്കെ. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് നോക്കി നോക്കൂ, നല്ല ടേസ്റ്റിയാണ്. എങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻറ്റിൽ പറയൂ കേട്ടോ. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.